കാലത്ത് കേരളമൊട്ടാകെ വിവാദത്തിലായ സുനാമി ഇറച്ചികൾ വീണ്ടും കേരളത്തിൽ വ്യാപകമാവും. പത്തനംതിട്ട, തിരുവല്ല, തിരുമൂലപുരത്ത് നിന്നുള്ള ചന്തയിലെ കാഴ്ചകളും വ്യാപാരികൾക്ക് പറയാനുള്ള പ്രതിസന്ധികളും നമുക്ക് നോക്കാം. ഞാൻ മീറ്റ് വെൽഫെയർ അസോസിയേഷന്റെ സംസ്ഥാന സെക്രട്ടറി റോയ് തോമസ് ആണ്. വളരെ ഗുരുതരമായ പ്രതിസന്ധിയിലൂടെയാണ് ഇറച്ചി വ്യാപാര മേഖല കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. കാരണം കന്നുകാലികൾ ലോക്കൽ മാർക്കറ്റുകളിൽ കിട്ടാനില്ല. വളരെ ശോഷിച്ചതും മാംസം കുറവുള്ളതായ കന്നുകാലികൾ മാത്രമാണ് ഈ മാർക്കറ്റുകളിൽ കിട്ടുന്നത്. അതൊന്നും മേടിച്ച് ഇറച്ചിക്കടയിൽ വിൽക്കാൻ കൊള്ളുന്നത്. പക്ഷെ അതിന് പോലും ഭീമമായ വിലയാണ്. 600 രൂപ 550 രൂപയായി കുറഞ്ഞ് മാടുകളെ കിട്ടാത്ത അവസ്ഥയായി. 500 രൂപയായി കുറച്ച് ഒരു മാർക്കറ്റുകളിലും മാട് കിട്ടില്ല. എത്ര മാട് അവൈലബിളായിട്ട് സമയത്ത് കിട്ടും. അപ്പൊ ആ മാടിനെ മേടിച്ച് ജോലിക്കാർക്ക് ശമ്പളവും കൊടുത്തിട്ട് കടയിൽ കൊണ്ടുവന്നിട്ട് 500 രൂപയ്ക്ക് വിൽക്കുന്ന വ്യാപാരിക്ക് ശരാശരി 10,000 രൂപ ഒരു കന്നുകാലിയിൽ നൽകുകയാണ്. അപ്പൊ ഈ വ്യാപാര മേഖല പൂർണ്ണമായിട്ട് സ്തംഭിച്ചുകൊണ്ടിരിക്കുകയാണ്. നിന്ന് പോകുന്ന അവസ്ഥയിലേക്കാണ്. അന്യ സംസ്ഥാനങ്ങളിൽ നിന്ന് കന്നുകാലിയെ കടത്തി വിടുന്നതിന് വലിയ പ്രതിസന്ധികൾ സൃഷ്ടിക്കുകയാണ്. ചില ഗുണ്ടാ മാഫിയകളുടെ നേതൃത്വത്തിൽ നിയമത്തിന്റെ പരിരക്ഷയൊക്കെ പറഞ്ഞുകൊണ്ട് അവര് മാടുവണ്ടികളെല്ലാം തടഞ്ഞു പിടിച്ച് ജപ്തി ചെയ്തുകൊണ്ട് പോകുമ്പോൾ ഈ മേഖല പൂർണ്ണമായിട്ട് സ്തംഭിക്കുകയാണ്. അന്യ സംസ്ഥാനങ്ങളിൽ കന്നാലി വരുന്നില്ലെങ്കിൽ ഇവിടെ കേരളത്തിൽ ഇറച്ചി വ്യാപാരം പൂർണ്ണമായിട്ടും നിൽക്കുമെന്നുള്ളത് 100% സത്യമായ കാര്യമാണ്. ഇപ്പോൾ ഓരോ ഇറച്ചി വ്യാപാരികളും ഇറച്ചിക്കട നടത്താൻ വേണ്ടി വളരെ പ്രയാസപ്പെട്ട് എങ്ങനെയൊക്കെ മുടങ്ങാതിരിക്കാൻ നോക്കുകയാണ്. പക്ഷെ അതിനൊക്കെ ഒരു പരിമിതിയുണ്ട്. അധികം താമസിയാതെ എല്ലാ കടകളും അടഞ്ഞു പോകുമെന്നുള്ളത് യാതൊരു സംശയം വേണ്ട. ഞങ്ങൾ ചെറിയ പ്രതിഷേധമായിട്ട് 1-2 ദിവസങ്ങളൊക്കെ അവധിയൊക്കെ ആക്കി. അതുകൊണ്ടൊന്നും കാര്യങ്ങളില്ല. ജനങ്ങളുടെ ശ്രദ്ധയിലേക്ക് പോലും എത്തുന്നില്ല കാര്യങ്ങൾ. കാരണം ആവശ്യമായ ഒരു സപ്പോർട്ടുകൾ നമുക്ക് ഒരു മേഖലയിൽ നിന്ന് കിട്ടുന്നില്ല. ഗവൺമെന്റ് അടിയന്തരമായിട്ട് ഇതിൽ ഇടപെട്ട് എന്തെങ്കിലും നീക്കുപോക്കുകൾ ഉണ്ടാകിയില്ലെങ്കിൽ ഈ ബിസിനസ് പൂർണ്ണമായിട്ട് നിന്നു പോകുമെന്നുള്ളതാണ് ഏറ്റവും പ്രശ്നമായ കാര്യങ്ങൾ. ഇറച്ചി വ്യാപാര മേഖലയിൽ 500 രൂപയ്ക്ക് 550 രൂപയ്ക്കും പശുക്കളെ പോലും കിട്ടാനില്ലാത്ത സാഹചര്യത്തിൽ 340 രൂപ പ്രകാരം സുനാമി ഇറച്ചി എന്ന പേരിൽ ആയിരക്കണക്കിന് ടൺ ഇറച്ചിയാണ് കേരളത്തിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നത്. ഒരു തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളും അതിനെതിരെ ചെറുപേർ നടക്കാൻ പോലും തയ്യാറാവുന്നില്ല. അവരാ ഇറച്ചി തടയുകയോ ആ ഇറച്ചി പരിശോധിക്കുകയോ ആ ഇറച്ചിയുടെ ഗുണനിലവാരം ഉറപ്പാക്കുകയോ ഒന്നും ചെയ്യാത്തത് കാരണം ഞങ്ങൾക്ക് ഈ മേഖലയിൽ പിടിച്ചു നിൽക്കാൻ പറ്റുന്നില്ല. ഞങ്ങൾ 500 രൂപ 550 രൂപയ്ക്ക് മേളിൽ വിലയുള്ള ഇറച്ചി 440 രൂപയ്ക്ക് കൊടുക്കാവുന്ന ഒരു ഹോട്ടലുകാരോട് ആവശ്യപ്പെടുമ്പോൾ അവർ 360 രൂപയ്ക്ക് നാളെ മുതൽ ഈ സുനാമി ഇറച്ചി വിൽക്കുന്ന അവസ്ഥയിലേക്ക് പോവാണ്. ഇത് തടയേണ്ട ഗവൺമെന്റുകൾ, തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളും ഇതിനെതിരെ ഒന്നും ചെയ്യുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും വിഷമകരമായ സത്യം. അപ്പൊ ഈ വ്യാപാര മേഖല മുന്നോട്ട് പോകണമെങ്കിൽ തീർച്ചയായിട്ടും ഗവൺമെന്റിന്റെ വലിയ പിന്തുണ ഉണ്ടെങ്കിൽ മാത്രമേ പറ്റുള്ളൂ. ഗവൺമെന്റ് തലത്തിലുള്ള എന്തെങ്കിലും ചർച്ചയിലൂടെ മാത്രമേ ഇതിന്റെ പ്രശ്നം പരിഹരിക്കത്തുള്ളൂ. കേരളത്തിലെ കന്നുകാലി സമ്പത്ത് വെച്ചിട്ട് ഈ വ്യാപാരം മുന്നോട്ട് പോയിട്ടില്ല. കേരളത്തിലെ കന്നുകാലിയുടെ വളർച്ച ഏതാണ്ട് 40 മുതൽ 50% വരെ കുറഞ്ഞു കഴിഞ്ഞിരിക്കുകയാണ്. അപ്പോൾ ഈ മേഖലയിൽ കന്നുകാലികളില്ല എന്നുള്ളത് പരമായ സത്യം. അപ്പോൾ ഈ പ്രതിസന്ധിയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കാനായിട്ട് നിങ്ങളെപ്പോലുള്ള മാധ്യമങ്ങൾ മുന്നോട്ട് ഇത് പൊതുജനങ്ങൾ ലോപിച്ചിരുന്നു. ഇത് ഗവൺമെന്റ് തലങ്ങളിൽ എത്തുകയും ചെയ്തെങ്കിൽ മാത്രമേ ഇതിന് തീരുമാനം ഉണ്ടാക്കുകയുള്ളൂ എന്നതാണ് ഇതിനെക്കുറിച്ച് എനിക്ക് പ്രധാനമായിട്ട് പറയാനുള്ളത്. ഇപ്പോഴേ ഈ തിരുവല്ല കന്നുകാലി ചന്ത വളരെ പുരാതനമായ ഒരു ചന്തയാണ്. പക്ഷേ ഇവിടെ ഇപ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാകുന്നു, ചന്തയിൽ നല്ല മാംസമുള്ള കന്നാലികളൊന്നും വരുന്നില്ല. വളരെ ദുർബലമായ ചില കന്നാലികൾ മാത്രം വരുന്നു. അതൊന്നും വാങ്ങിച്ച് ഇറച്ചിക്കടയിൽ വ്യാപാരം നടത്താൻ പറ്റുന്ന തയ്ച്ച് കന്നാലികളല്ല. അതുപോലും വാങ്ങിക്കാൻ കിട്ടാത്തത് കാരണം പലരും കഷ്ടപ്പെടുകയാണ്. ഈ ചന്തയിൽ ഒരുപാട് നേരം 3-4-5 മണിക്കൂർ ചന്ത നടക്കേണ്ടതാണ്. അരമണിക്കൂർ കൊണ്ട് ചന്ത നിർത്തി പോവാണ്. ഈ എന്റെ പിന്നിൽ കാണുന്നത് ഒരു ഇറച്ചിക്കടയാണ്. രാവിലെ തൊട്ട് വൈകിട്ട് വരെ പ്രവർത്തിക്കുന്ന ഒരു ഇറച്ചിക്കടയാണ്. കന്നുകാലികളെ ലഭ്യമല്ലാത്തതിനാൽ അവിടെ ഇറച്ചിയില്ല. രാവിലെ ഈ സമയം ആയപ്പോൾ തന്നെ അവിടെ ഇറച്ചിക്കട അടയ്ക്കുന്ന അവസ്ഥയിലേക്ക് എത്തി. പിന്നെ ഇതിന്റെയൊക്കെ പ്രധാനപ്പെട്ട ദൂഷ്യം വരുന്നത് ഈ സുനാമി ഇറച്ചിയുടെ അമിതമായ കടന്നുവരവാണ്. സുനാമി ഇറച്ചിയുടെ അമിതമായ കടന്നുവരവ് മൂലം മാർക്കറ്റുകളിൽ മാംസം ഉണ്ടാവുകയും ഇറച്ചി വ്യാപാരികൾക്ക് ഈ വ്യാപാരം ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റാതിരിക്കുകയും ചെയ്യുകയാണ്. ജനങ്ങൾക്കോ ഹോട്ടലുകൾക്കോ ബേക്കറിക്കാർക്കോ അവർക്ക് ഇറച്ചി കിട്ടിയാൽ മതി എന്നുള്ളെങ്കിൽ ഇത്തരം വ്യാപാരങ്ങൾ വർദ്ധിച്ചുകൊണ്ടേയിരിക്കും. ആന്ധ്ര, കർണാടക, തമിഴ്നാട് തുടങ്ങിയ സ്ഥലങ്ങളിൽ നിന്നും അവിടെ വീഴുന്നതോ ചത്തതോ ചാകാത്തതോ ആയ മാടുകളെ അറുത്ത് വെറും ഐസ് ബോക്സുകളിനുള്ളിൽ ഐസ് ഇട്ട് മൂടി പച്ചക്കറി വണ്ടിയിലും മീൻ വണ്ടിയിലും കേരളത്തിലേക്ക് യഥേഷ്ടം വന്നുകൊണ്ടിരിക്കുകയാണ്. എറണാകുളം ജില്ലയിൽ തന്നെ 1 ലക്ഷം കിലോ ഇറച്ചി കൂടുതൽ ഒരു ദിവസം വരുന്നതായിട്ടാണ് അറിയുന്നത്. അങ്ങനെ എല്ലാ ജില്ലകളിലും ഈ ഇറച്ചി വരികയാണ്. ഈ ഇറച്ചിയുടെ വ്യാപാരം ഇവിടെ വർദ്ധിക്കും തോറും ഈ മേഖല പൂർണ്ണമായിട്ട് നിന്നുകൊണ്ടിരിക്കും. അതാണ് 100% ശരിയായ കാര്യം. കറക്റ്റായിട്ട് വരുന്ന കാര്യം അത് മാത്രമാണ്. അപ്പൊ ഇറച്ചിക്കടകൾക്ക് ആവശ്യമായ കന്നുകാലികളെ ലഭിക്കുന്നില്ല. കന്നുകാലികളെ ലഭിക്കണമെങ്കിൽ നമ്മൾ കഷ്ടപ്പെട്ട് കൊണ്ടുപോകുന്ന നമ്മുടെ പണം ആന്ധ്രയിലും മഹാരാഷ്ട്രയിലും ഒറീസയിലും ഒക്കെ നമ്മൾ കൊടുത്ത് മാട് വാങ്ങിച്ച് വലിയ വില കൊടുത്ത് മാട് വാങ്ങിച്ച് വണ്ടിയിൽ കയറ്റി വരുന്ന വഴിക്ക് വണ്ടി തടഞ്ഞ് ജപ്തി ചെയ്തുകൊണ്ട് പോവുകയാണ്. അതിന് ഡോക്ടർ സർട്ടിഫിക്കറ്റ് ഇല്ല എന്നുള്ള ചെറിയ ന്യായങ്ങളൊക്കെയാണ് പറയുന്നത്. ഡോക്ടർ സർട്ടിഫിക്കറ്റ് കൊടുക്കാൻ കോടതി ഓർഡർ ഇട്ടിട്ട് അത് കൊടുക്കണമെന്ന് ഒരു തീരുമാനത്തിലേക്ക് അവിടുത്തെ ഗവൺമെന്റുകൾ എത്തി. കാരണം ഈ മാട് ജപ്തി ചെയ്യാൻ വേണ്ടിയാണ്. ഇങ്ങനെ 5000 കോടി രൂപയിലധികം മാടുകളെ ഓൾറെഡി ജപ്തി ചെയ്ത് കഴിഞ്ഞു.
ഈ കഴിഞ്ഞ റംസാൻ പെരുന്നാളിന് ശേഷം തന്നെയാണ് 10-30ഓളം ലോറി മാടുകൾ അവർ പിടിച്ചു. ഇത് ഈ ബാക്കിയുള്ള ആൾക്കാർക്കും കൂടെ അങ്ങോട്ട് പോകാൻ ഭയമാണ്. അവിടുത്തെ കർഷകരും ഇവിടുത്തെ ഇറച്ചി വ്യാപാരികളും എല്ലാം ഒന്നിച്ച് നശിക്കാൻ പോവാണ്. അപ്പൊ അതിനെതിരായിട്ട് എന്തെങ്കിലുമൊക്കെ ഗവൺമെന്റ് അത് ചെയ്യണമെന്ന് മാത്രമാണ് ഈ സമയത്ത് താഴ്മയായിട്ട് നമുക്ക് പറയാനുള്ളത്. ഈ സുനാമി ഇറച്ചി വ്യാപകമായിട്ട് നമ്മുടെ കേരളത്തിലേക്ക് കടന്നു വരുന്നുണ്ട്. എന്താണ് ഈ സുനാമി ഇറച്ചി എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്? സുനാമി ഇറച്ചി എന്ന് പറയുന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് പണ്ട് നമ്മുടെ സുനാമി തിരമാല പോലെ കേരളത്തിലേക്ക് വരുന്നതുകൊണ്ട് അങ്ങനെ ഇട്ട ഒരു പേരാണ്. യഥാർത്ഥത്തിൽ ആ ഇറച്ചി എന്ന് പറയുന്നത് ദില്ലിയിൽ ഒരു കമ്പനിയുണ്ട്. തമിഴ്നാട്ടിൽ എവിടെ കന്നുകാലികൾ വീണ് മരിച്ചാലും അത് എത്ര മണിക്കൂറുകൾക്ക് ശേഷമാണെങ്കിലും ഒരു വണ്ടിയിൽ കയറ്റി ആ കമ്പനിയിൽ കൊണ്ട് കൊടുത്താൽ 5000 രൂപയും വണ്ടിക്കൂലി അവർ കൊടുക്കും. അപ്പൊ ആ ചത്ത മാടിനെ അവർ പൊളിച്ച് ഉടൻ തന്നെ ഐസ് ബോക്സിനകത്ത് പ്ലാസ്റ്റിക് കവർ ഇട്ടിട്ട് ആ പ്ലാസ്റ്റിക് കവറിനകത്ത് ഈ ഇറച്ചി അങ്ങനെ തന്നെ ഇട്ടിട്ട് ഐസ് മാത്രം ഇട്ട് മൂടി കേരളത്തിലേക്ക് മീൻ വണ്ടിയിലും പച്ചക്കറി കടയിലും കടത്തി വിടുകയാണ്. കേരളത്തിൽ ഈ ഇറച്ചി എടുത്ത് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാൻ ഒരുപാട് ആൾക്കാരുണ്ട്. കാരണം ഇത് 300 രൂപയ്ക്ക് പ്രകാരം 310 രൂപ പ്രകാരമാണ് ഇവിടെ ഈ ഇറച്ചി എത്തുന്നത്. ഈ ഇറച്ചി എടുത്തിട്ട് അവര് ഹോട്ടലുകൾക്കൊക്കെ 380-400 രൂപയ്ക്ക് അവർ കൊടുക്കുമ്പോൾ നമ്മളുടെ ഇറച്ചി അവരെടുക്കാൻ മടിക്കുകയാണ്. കാരണം ഇവർക്ക് ആർക്കും ഈ സുനാമി ഇറച്ചി എന്താണെന്നുള്ളത് അറിയില്ല. ആന്ധ്രയിലും അതുപോലെ വടക്കേന്ത്യൻ സംസ്ഥാനങ്ങളിലൊക്കെ നിരവധി കന്നുകാലികൾ പട്ടിണിയായിട്ടും രോഗം പിടിച്ചും വെള്ളമില്ലാതെ മരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ കന്നുകാലികളെ മറവ് ചെയ്യാൻ വേണ്ടി ഏൽപ്പിച്ചിരിക്കുന്ന ആൾക്കാര് അതിനെ രാവിലെ മരിച്ചു കിടക്കുന്ന മാടിനെ അവർക്ക് വൈകിട്ടാണ് ആൾക്കാരില്ലാത്തവർ പൊളിച്ച് എടുക്കാൻ പറ്റുന്നത്. ആ വൈകിട്ട് പൊളിച്ചെടുക്കുന്ന മാടിനെയും ഇതുപോലെയുള്ള വെയർഹൗസുകളിൽ കൊണ്ട് എത്തിക്കുമ്പോൾ അവിടെ അവർക്ക് അതിന് 5000 രൂപയും വണ്ടിക്കൂലിയും കൊടുക്കാനായിട്ട് ആൾക്കാരുണ്ട്. ആ ഇറച്ചി എടുത്തിട്ട് യാതൊരു പ്രോസസ്സിങ്ങും ഇല്ലാതെ, അതാണ് ഏറ്റവും പ്രധാന കാരണം, അതിന് യാതൊരു പ്രോസസ്സിങ്ങും ഇല്ല. -40 ഡിഗ്രിയിൽ സെൽഷ്യസിൽ ഫ്രോസ്റ്റ് ചെയ്തെങ്കിലേ ഫ്രോസൺ ആയിട്ട് ഇറച്ചി വിൽക്കാൻ പറ്റത്തുള്ളൂ. ആ സാധനമാണ് ഒരു പ്രോസസ്സിങ്ങും ഇല്ലാതെ ഐസ് മാത്രം ഇട്ടുകൊണ്ട് യഥേഷ്ടം കേരളത്തിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. ഇതിനെതിരെ ഒരു നടപടിയും എടുക്കാൻ അധികാരികൾ തയ്യാറാകുന്നില്ല. അവർക്ക് പോലും ഈ കാര്യങ്ങളെക്കുറിച്ച് കൃത്യമായ വ്യക്തതയില്ല. അവരിതിനെക്കുറിച്ച് മനസ്സിലാക്കാനായിട്ട് ഒരു കമ്മീഷൻ ഒന്നും ചെയ്യുന്നില്ല. അത് വലിയ ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങളെ കേരളത്തെ കൊണ്ട് എത്തിക്കുമെന്നുള്ളതിന് ഒരു സംശയവും വേണ്ട. സമീപപ്രദേശത്ത് തന്നെ ഇറച്ചി വ്യാപാരം ചെയ്യുന്ന ഒരു വ്യക്തിയാണ്. ഞാനിപ്പോൾ ഇവിടെ ഒരു പോത്തിനെയും മാടും എടുക്കാൻ വന്നതാണ്. ഒരു കാരണവശാലും ഇവിടുന്ന് എടുക്കാൻ പറ്റാത്ത ഒരു പ്രതിസന്ധിയാണ് ഇവിടെ ഉള്ളത്. അതായത് 500 രൂപയ്ക്ക് മേളിൽ ഇവിടെ തന്നെ വില വീഴുന്നുണ്ട്. അതുകൊണ്ട് വലിയൊരു പ്രതിസന്ധിയിലാണ് ഈ വ്യാപാരം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അതിനാൽ തീർച്ചയായിട്ടും ഈ സർക്കാർ ഇടപെട്ട് ഇതിനൊരു മാർഗം കണ്ടെത്തണമെന്നാണ് ഞങ്ങളുടെ എല്ലാ അഭിപ്രായം. ഇറച്ചിക്കട മേഖലയിലെ ഏറ്റവും വലിയ പ്രതിസന്ധികളിൽ ഒന്നാണ് കശാപ്പുശാലകളുടെ അഭാവം. തിരുവല്ല മുനിസിപ്പാലിറ്റി പോലെയുള്ള ഏറ്റവും സ്ഥലസൗകര്യമുള്ള ഒരു കശാപ്പുശാലയുള്ള ഒരു മുനിസിപ്പാലിറ്റിയാണ് തിരുവല്ല മുനിസിപ്പാലിറ്റി. ഏറ്റവും ആധുനിക രീതിയിലുള്ള കശാപ്പുശാല നിർമ്മിക്കാനാണെന്നുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ട് കൃഷി ഉൾപ്പെടെയുള്ള വലിയ വലിയ പദ്ധതികൾ ഇവിടെ വന്നിട്ട് അതൊന്നും നടത്താതെ അതെല്ലാം ലാപ്സാക്കി കളഞ്ഞ് ഈ സ്ലോട്ടേഴ്സ് വളരെ ശോചനീയമായ അവസ്ഥയിലാണ് ഇപ്പോൾ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. ഏതാനും വർഷങ്ങളായിട്ട് പൊല്യൂഷൻ കൺട്രോൾ ലൈസൻസ് എടുക്കാൻ പോലും അധികാരികൾ തയ്യാറാവുന്നില്ല. എന്നിട്ട് അവർ ഇറച്ചിക്കടകളും സ്ലോട്ടേഴ്സും ലേലം ചെയ്ത് മാന്യമായിട്ട് കാശുണ്ടാക്കുന്നുണ്ട്. മറ്റ് സ്ഥലങ്ങളിൽ ഇത് കടക്കാരുടെ ഇത് അംഗീകൃതമല്ല എന്ന് അറിയാവുന്നിട്ട് കൂടി 10,000-20,000 രൂപ വ്യാപാരികളുടെ നിർത്തി ഇവിടുന്ന് പേപ്പറും കൊടുക്കുന്നു. അത്തരം കാര്യങ്ങൾ തന്നെ ഈ മേഖലയ്ക്ക് വലിയ പ്രശ്നങ്ങളാണ്. അതിലുപരിയായൊരു വിഷയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഹോട്ടലുകൾ സുനാമി ഇറച്ചി എടുക്കുന്ന കാര്യം ഞാൻ പറഞ്ഞു. ഈ ഇറച്ചി എടുക്കുന്നവരൊക്കെയും ഞങ്ങളുടെ ഇറച്ചിയുടെ ബില്ലൊക്കെ അവരുടെ കൈ മേടിച്ച് വെച്ചിട്ട് ആരെങ്കിലും ഇറച്ചിക്ക് എന്തെങ്കിലും കുറ്റം പറഞ്ഞു ഇത് മന്നായിലെ ഇറച്ചിയാണ് അല്ലെങ്കിൽ ഇന്ന കടയിലെ ഇറച്ചിയാണെന്ന് അവർ ധൈര്യമായിട്ട് പറയുകയാണ്. കാരണം ഞങ്ങളുടെ 5 കിലോ ഇറച്ചി മേടിച്ചൊരു ബില്ല് അവരെ കാണും. ഏതെങ്കിലും ദിവസം ഒരു ബില്ല് കാണും. ഇത് ബലത്തിലാണ്. ഇതൊക്കെ ഈ മേഖലയെ പൂർണ്ണമായിട്ട് തകർത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പം ഇതിനൊക്കെ ഒരു പരിഹാരം ഉണ്ടാവണം. അല്ലെങ്കിൽ ഈ മേഖല തന്നെ ഇനി നിന്നു പോയതിനു ശേഷം പുതിയ ആൾക്കാർ ജനറേഷൻ ഒന്നും ചെയ്യാൻ പറ്റുന്ന തൊഴിലല്ല ഇത്. കാരണം ഇതിൽ ഒരുപാട് പ്രവൃത്തി പരിചയം വേണം. ഒരു കന്നുകാലിയെ വാങ്ങിക്കുന്നത് കിലോ കണക്കിനൊന്നുമല്ല, തൂക്കി നോക്കിയിട്ടല്ല. ഒരു കന്നുകാലിയെ കൺമതിക്കാണ് വാങ്ങിക്കുന്നത്. അതറിയാവുന്ന ഈ മേഖലയിൽ നിന്ന് മാറിയാൽ ഇവിടുത്തെ ഇറച്ചി വ്യാപാരം പൂർണ്ണമായിട്ട് നിന്നുപോകും. ഞങ്ങൾക്ക് ഇത്ര അറിവുള്ള ഞങ്ങൾക്ക് പോലും ഈ മേഖല നടത്തിക്കൊണ്ട് പോകാൻ യാതൊരു വിധത്തിലും പറ്റുന്നില്ല. അതാണ് ഏറ്റവും പരമായ സത്യം. അതാണ് ഇതിനകത്ത് ഏറ്റവും പ്രധാനമായിട്ട് പറയാനുള്ള കാര്യം. കേരള മീറ്റ് വെൽഫെയർ അസോസിയേഷൻ എന്ന് പറയുന്ന ഒരു സംഘടനയുടെ കീഴിലാണ് ഞങ്ങളൊക്കെ പ്രവർത്തിച്ചിരിക്കുന്നത്. എന്നാൽ ഇതൊരു വലിയ സംഘടന ശക്തിയായിട്ട് കേരളത്തിൽ മുഴുവൻ ആകാൻ പറ്റില്ല. ഓൾ ഇന്ത്യ അസോസിയേഷൻ ആണ് ഇതെങ്കിലും എല്ലാ സ്ഥലങ്ങളിലും പൂർണ്ണമായിട്ട് ഇതിന്റെ വേരോട്ട് എത്തിക്കാനായിട്ട് സാധിച്ചിട്ടില്ല. സലീമിക്ക എന്ന് പറയുന്ന സലീം എന്ന് പറയുന്ന ഒരാളുടെ നേതൃത്വത്തിലാണ് സംഘടന പോകുന്നത്. അദ്ദേഹം വളരെ കാര്യമായിട്ട് പ്രവർത്തിച്ച് അദ്ദേഹത്തിന്റെ മുഴുവൻ സമയങ്ങളിൽ സംഘടനയ്ക്ക് വേണ്ടി ചെലവഴിക്കുന്നുണ്ട്. പക്ഷെ എന്നിരുന്നാലും നിരക്ഷരായ ഇറച്ചി വ്യാപാരികളെ ചേർത്ത് നിർത്തി കൊണ്ടുവരിക വളരെ ശ്രമകരമായ ഒരു കാര്യമാണ്. അതുകൊണ്ട് തന്നെയാണ് ഇറച്ചിക്ക് വില കൂട്ടാൻ പോലും ഇവിടെ പറ്റാത്തത്. കാരണം 600 രൂപയ്ക്ക് മേടിക്കുന്ന മാടിനെ 500 രൂപയ്ക്കും 450 രൂപയ്ക്കും വിൽക്കാൻ നിർബന്ധിതരാവുകയാണ്. പഞ്ചായത്തും മുനിസിപ്പാലിറ്റികളും
ഒക്കെ വന്നിട്ട് ഇറച്ചിക്ക് വില കൂട്ടാൻ പാടില്ലെന്ന് പറയുന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങൾ പോവുകയാണ്. അവർക്ക് യാതൊരു അധികാരവുമില്ല. കന്നുകാലികളെ കാശ് കൊടുത്ത് മേടിക്കുന്ന ഞങ്ങളുടെ മേടിക്കുന്ന വിലയ്ക്ക് പോലും വിൽക്കാൻ പറ്റാത്ത അവസ്ഥയാണ് സംജാതമായിരിക്കുന്നത്. അതിന് മാറ്റം വരണം. ഇറച്ചിക്കടകൾക്ക് ലൈസൻസ് ഇല്ലാത്തത് കാരണം പഞ്ചായത്തുകൾ വന്ന് ഇറച്ചിക്കട പൂട്ടാൻ പറയുമെന്ന് പേടിച്ചിട്ടാണ് പല ആൾക്കാരും 100-150 രൂപ കിലോയിൽ നഷ്ടം സഹിച്ച് ഇപ്പോഴും വ്യാപാരം ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പൊ അതിനൊക്കെ മാറ്റം വരണമെങ്കിൽ ഗവൺമെന്റിന് അടിയന്തര ശ്രദ്ധ തന്നെ വരണം. അത് മാത്രമാണ് ഞങ്ങളുടെ ഇപ്പോഴത്തെ ആഗ്രഹവും അഭിപ്രായവും. ഞാൻ ചെങ്ങന്നൂര്, പുത്തങ്കാവ്, കോതോളഞ്ഞി മുതലായ സ്ഥലങ്ങളിൽ ചെങ്ങന്നൂർ താലൂക്കിൽ തന്നെയുള്ള ഈ മൂസല ഇവിടെ കച്ചവടം ചെയ്യുന്നതാണ്. ഞങ്ങളൊക്കെ കച്ചവടം തുടങ്ങിയ കാലം മുതൽ ഇന്ന് വരെയുള്ള ഒരു കാലഘട്ടം വെച്ച് നോക്കുകയാണെങ്കിൽ ഇതുപോലൊരു പ്രതിസന്ധി ഇറച്ചി വ്യാപാരികൾ അനുഭവിച്ചൊരു കാലഘട്ടം ഉണ്ടായിട്ടില്ല. ഇന്ന് കേരളത്തിലെ ഒട്ടുമിക്ക ഇറച്ചി വ്യാപാരികളും ആത്മഹത്യയുടെ വക്കിലാണ് നിൽക്കുന്നത്. കാരണം ഈ സാധനം അന്യ സംസ്ഥാനങ്ങളിൽ നിന്ന് വന്നുകൊണ്ടിരുന്ന ആടുമാട് പോത്തുകളൊന്നും ഇപ്പോൾ വരാതായി. അതിൻ്റെ കാരണം എന്ന് പറഞ്ഞാൽ ആന്ധ്ര പോലുള്ള സംസ്ഥാനങ്ങളിൽ പോലീസും അവിടുത്തെ ഗുണ്ടകളുമായിട്ട് ഒത്തുചേർന്നുകൊണ്ട് ഇവിടുന്നുള്ള വ്യാപാരികൾ, കേരളത്തിൽ നിന്നുള്ള വ്യാപാരികൾ അവിടെ ചെന്ന് വാങ്ങിച്ചുകൊണ്ടിരുന്ന മാടുകളെ വിജനമായ സ്ഥലത്ത് വെച്ച് ജീപ്പിൽ വന്ന് ക്രോസിട്ട് ഗ്ലാസും തല്ലിപ്പൊട്ടിച്ച് ഡ്രൈവറെ അടിച്ച് ക്ലിയറെ അടിച്ചിട്ട് ഈ സാധനം ഒരു കാട്ടിക്കൂടെ തന്നെ കടത്തിക്കൊണ്ട് പോയിട്ട് മറ്റ് മാർക്കറ്റുകളിൽ കൊണ്ട് ഇവർ വില കുറച്ച് വിൽക്കുകയും പേരിന് വല്ലപ്പോഴും ഗോശാലയിലെന്നും പറഞ്ഞുകൊണ്ട് പിന്നെ പോലീസ് കേസെടുക്കുകയും ഈ സാധനം കേസെടുത്ത് കഴിഞ്ഞാൽ ഒരു മാടിന് 6 മാസം 7 മാസമാകും ഈ സാധനം രജിസ്റ്റർ ചെയ്ത് കിട്ടണമെങ്കിൽ. ആ സമയത്ത് ഒരു മാടിന് ഒരു ദിവസം 280 രൂപ പ്രകാരം അതിന് ചിലവെന്നുള്ള നിലയിൽ ഫൈൻ അടയ്ക്കണം ഒരു മാടിന്. അപ്പോൾ അങ്ങനെയൊക്കെ വരുമ്പോഴത്തേക്ക് നമ്മൾ കൊടുക്കുന്ന മാടായിരിക്കത്തില്ല തിരിച്ച് കിട്ടുന്നത്. അപ്പോൾ അതുപോലെ അത്ര പ്രതിസന്ധിയിലാണ് പോകുന്നത്. അത് കാരണം അന്യ സംസ്ഥാനത്തു നിന്ന് മാട് വരാത്തതിൻ്റെ പേരിൽ നമ്മുടെ കേരളത്തിലുള്ള ചെറിയ ചെറിയ മാർക്കറ്റുകളിലെല്ലാം മാടുകൾക്ക് അമിതമായ വിലയാണ്. ഇപ്പോൾ മാർക്കറ്റുകളിൽ 500 രൂപ 550 രൂപ വിലയൊക്കെ നടക്കുകയാണ്. ഈ 550 രൂപ വിലയ്ക്ക് നമ്മളൊരു മാർക്കറ്റിൽ നിന്ന് ഒരു മാടിനെ വാങ്ങിക്കൊണ്ട് വന്നാൽ ഒരു മാടിന് 50 രൂപ വീതം ചിലവുണ്ട്. 100 കിലോ ഒരു മാട് വാങ്ങിച്ചാൽ ഒരു ഇറച്ചിക്കടയിൽ ഒരു ദിവസം 5000 രൂപ ചിലവാണ്. അങ്ങനെ വരുമ്പോഴത്തേക്ക് ഭീമമായ തുകയ്ക്ക് വാങ്ങിച്ചുകൊണ്ട് വന്നിട്ട് ഇവിടെ കൊണ്ടുവന്ന് 500 രൂപയ്ക്ക് വിൽക്കാനും മറ്റ് നമ്മൾ സ്ഥിരമായി എടുക്കുന്ന ഹോട്ടലുകൾ അതുപോലുള്ളവർക്ക് ഇച്ചിരി എന്തെങ്കിലും വില കുറച്ച് കൊടുക്കണം. അങ്ങനെയൊക്കെ വരുമ്പോൾ ഭീമമായ നഷ്ടത്തിലേക്കാണ് പോകുന്നത്. അതുകൊണ്ട് അടിയന്തരമായിട്ട് ഗവൺമെൻറ് ഈ ഒരു കാര്യത്തിൽ ഇടപെടണമെന്നാണ് ആവശ്യപ്പെടുന്നത്. ഇതുമായിട്ട് ബന്ധപ്പെട്ടുള്ള വകുപ്പ് മന്ത്രി, മറ്റുള്ളവർ, മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ളവർ ഇതിനകത്ത് ഇടപെട്ടിട്ട് ആന്ധ്ര സംസ്ഥാനവുമായിട്ടും ബന്ധപ്പെട്ട് നമ്മുടെ മറ്റ് മേഖലകളിൽ ഇതുമായിട്ട് സംബന്ധിച്ച് ഉള്ള കാര്യങ്ങൾ ഇടപെട്ട് ഇതിന് വേണ്ട നടപടികൾ എടുക്കണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. ഈ മാട്ടിറച്ചി വ്യാപാരവുമായി ബന്ധപ്പെട്ട് ലക്ഷക്കണക്കിന് ആൾക്കാരാണ് ഇവിടെ പണിയെടുക്കുന്നത്. തൊഴിലാളികളാണേലും മറ്റ് സ്ഥാപനങ്ങൾ ചെയ്യുന്നവരാണേലും ഇതിൻ്റെ അനുബന്ധ ഉൽപ്പന്നങ്ങൾ, അതായത് തോല്, നെയ്യ്, എല്ല്, ഇതിൻ്റെ ബോട്ടി മുതലായ സാധനങ്ങളെല്ലാം ഒരേ കുടുംബത്തിൽ നിന്ന് ഓരോരുത്തർ വന്ന് അവരുടെ വീട്ടിലേക്കുള്ള ഉപജീവനമാർഗം കഴിക്കാനായിട്ട് ഒരേ ദിവസം പണിയെടുക്കുന്ന ലക്ഷക്കണക്കിന് ആൾക്കാർ ഈ ഒരു മേഖലയിലുണ്ട്. പക്ഷേ ഈ ഒരു മേഖലയിൽ ഇത്രയും ആൾക്കാരുണ്ടെങ്കിലും ഗവൺമെൻറ്റിനൊക്കെ എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ വർഷാവർഷമുള്ള ലേലം സംബന്ധമായിട്ട് ലക്ഷക്കണക്കിന് രൂപ ഞങ്ങളിൽ നിന്ന് ഈടാക്കുന്നുണ്ട്. പക്ഷേ എന്തു തന്നെയാണെങ്കിലും ഞങ്ങൾക്ക് ഈ ഒരു മേഖലയ്ക്ക് ഒരു ഭാഗത്തു നിന്നും ഒരു ആനുകൂല്യങ്ങളും ഒരു രീതിയിലും ഒരു ക്ഷേമനിധിയായിട്ട് മറ്റ് ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തു നിന്നായിട്ട് നിന്നും കിട്ടുന്നില്ല. അതുപോലെ തന്നെ ഞങ്ങൾ ചെയ്യുന്ന സ്ഥാപനങ്ങൾ, ഇറച്ചി കച്ചവടം ചെയ്യാവുന്ന സ്ഥാപനങ്ങൾക്ക് അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കി തരേണ്ടത്, അതായത് മുനിസിപ്പാലിറ്റികൾ, പഞ്ചായത്തുകൾ, ഗവൺമെൻറ്റുകൾ ഒക്കെയാണ്. ഇവിടെ അങ്ങനെയുള്ള യാതൊരുവിധ കാര്യങ്ങളും ഈ ഒരു മേഖലയ്ക്കില്ല. ഈ മേഖലയിൽ നിന്ന് കോടിക്കണക്കിന് രൂപ വർഷാവർഷം ഗവൺമെൻറ്റിലേക്ക് എത്തുന്നുണ്ട്. പക്ഷേ യാതൊരുവിധ ഇതും ഉണ്ടാകുന്നില്ല. ഒരു സമയത്ത് 2000 രൂപ കിട്ടിക്കൊണ്ടിരുന്ന തോലിന് ഇപ്പോൾ കിട്ടുന്നത് 200 രൂപ 300 രൂപയാണ്. അതേപോലെ എല്ലിനൊക്കെ എന്ന് പറഞ്ഞാൽ ഭയങ്കരമായ 25 രൂപ 30 രൂപ കിട്ടിക്കൊണ്ടിരുന്നതിന് ഇന്ന് 10 രൂപ 8 രൂപ വിലയാണ് കിട്ടുന്നത്. അതുപോലെ തന്നെ ഇതിൻ്റെ സകല ഉൽപ്പന്നങ്ങൾക്കും വിലകൾ അമിതമായിട്ട് കുറഞ്ഞേക്കുകയാണ്. അത് കാരണം ഈ ഒരു മേഖല ഭയങ്കര പ്രതിസന്ധിയിലാണ്. അതുകൊണ്ട് അടിയന്തരമായിട്ട് ബന്ധപ്പെട്ടവർ ഇതിനകത്ത് ഞങ്ങളെ സഹായിക്കണമെന്ന ഒരു അഭ്യർത്ഥനയുണ്ട്. കേരളത്തിലേക്കുള്ള സുനാമി ഇറച്ചിയുടെ കടന്നുകയറ്റം ഗവൺമെന്റ് അടിയന്തരമായി ഇടപെട്ട് നിർത്തലാക്കുകയോ അതിനുവേണ്ട പരിഹാര മാർഗങ്ങൾ കണ്ടെത്തുകയോ ചെയ്യണം. കേരളത്തിലുടനീളമുള്ള വ്യാപാരികളുടെ പ്രശ്നങ്ങളും പരിഹരിക്കാൻ ഗവൺമെന്റിന് മാത്രമേ സാധിക്കുകയുള്ളൂ. ക്യാമറമാൻ ജിജിനോടൊപ്പം രാഹുൽ തൃക്കൊടുത്താനം, സെൻട്രൽ മീഡിയ.